വോൾവോ 122 മുത്തശ്ശിയെ കണ്ട് നിങ്ങൾ ഞെട്ടി നിൽക്കുകയാണല്ലേ? എന്നാൽ ഇതാണ് വോൾവോയുടെ യഥാർത്ഥ രാജാവ്, വോൾവോ 164. 1968 മുതൽ 1975 വരെ വോൾവോ ഇറക്കിയ ലക്ഷറി ഐറ്റമാണിത്. വോൾവോ 122 ഒരു പാവത്താൻ ഫാമിലി കാർ ആണെങ്കിൽ ഇവൻ നല്ല സ്യൂട്ടും കോട്ടും ഇട്ട് നിൽക്കുന്ന ഒരു 1.5 മാസം മുതലാണ്. ഗൈസ്, ഇതിന്റെ മുൻവശം ഒന്ന് നോക്കിയേ. ആ വലിയ ബ്രിട്ടീഷ് സ്റ്റൈലുള്ള ഗ്രില്ലും നീളമുള്ള ബോണറ്റും കാണുമ്പോൾ റോൾസ് റോയ്സ് ആണെന്നേ തോന്നും. ജാൻ വിൽസ്ഗാർഡ് എന്ന നമ്മുടെ പഴയ ഡിസൈനർ ചേട്ടൻ വോൾവോ 140ന്റെ ബോഡി എടുത്ത് ഫ്രണ്ടിൽ ഒരു ആഡംബര ലുക്കും കൊടുത്ത് അങ്ങ് ഇറക്കിയതാണ്. 70കളിലെ വലിയ ബിസിനസ്സുകാരുടെയും VIP-കളുടെയും ഒക്കെ വണ്ടിയായിരുന്നു ഇവൻ. വണ്ടി റോഡിൽ ഇറക്കിയാൽ ആ പ്രൗഢി വേറെ തന്നെയാണ്. ഇവിടെ ഒറിജിനൽ ലെതർ സീറ്റുകളും ഡാഷ്ബോർഡിൽ നല്ല തടിയുടെ ഫിനിഷിംഗും ഒക്കെയാണ് പുള്ളി ഒരുക്കി വെച്ചിരിക്കുന്നത്. പവർ സ്റ്റിയറിംഗും സൺറൂഫും എന്തിനു പറയുന്നു, അക്കാലത്തെ തന്നെ എയർ കണ്ടീഷണർ വരെയുള്ള ഓപ്ഷൻ ഇതിലുണ്ടായിരുന്നു. ഇന്നത്തെ കാറിലിരിക്കുന്ന സുഖം 70കളിൽ തന്നെ വോൾവോ തന്നിട്ടുണ്ടെന്ന് ചുരുക്കം. ഇനി ഇവന്റെ നെഞ്ചിടിപ്പിലേക്ക് വരാം. വോൾവോ 122ൽ 4 സിലിണ്ടർ എഞ്ചിൻ ആയിരുന്നെങ്കിൽ ഇതിലുള്ളത് 3.0 ലിറ്റർ ഇൻലൈൻ 6 എഞ്ചിനാണ്. വണ്ടിക്ക് നീളം കൂടിയത് തന്നെ ഈ വലിയ എഞ്ചിൻ ഉള്ളിൽ വെക്കാനാണ്. ഏകദേശം 130 മുതൽ 145 വരെ കുതിരശക്തി ഇവൻ പുറത്തെടുക്കും. ആക്സിലേറ്ററിൽ കാലെന്ന് വെച്ചാൽ വണ്ടി തീ പോലെ പാറും. പിന്നെ വോൾവോയുടെ വണ്ടിയല്ലേ, ബോഡിക്ക് നല്ല ആനക്കരുത്തുമുണ്ട്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ ചോദ്യം, മൈലേജ് എത്ര കിട്ടും? ഗൈസ്, 6 സിലിണ്ടർ ഉള്ള 3 ലിറ്റർ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ പെട്രോൾ അടിക്കാൻ ഒരു പ്രത്യേക ധൈര്യം വേണം. ലിറ്ററിന് 6 മുതൽ 8 കിലോമീറ്റർ ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു രാജകീയ വണ്ടിയാണ്. രാജാക്കന്മാർ മൈലേജ് നോക്കാറില്ലല്ലോ. ഈ കാറിനെ പറ്റിയും ഓണർ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. Relativ wenig dazu sagen. Das ist ein Volvo 164, der ist Baujahr 1971, hat 160.000 Kilometer gelaufen, ist der erste Sechszylinder gewesen, den Volvo gebaut hat. Und ist eine unverwüstliche Maschine und eine total solide Karosserie. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ പുതിയ പുതിയ ആശയങ്ങൾക്കും അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. Stay tuned with Malayali from Deutschland. Auf Wiedersehen.